കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴയും അതേപോലെ വെള്ളവും കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വേനൽ വന്നു കഴിഞ്ഞാൽ വലിയ വരൾച്ചയും കൃഷിനാശവും അനുഭവപ്പെടുന്നു. ഇതിന് എന്താണ് പരിഹാരം? ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് അത് നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ മഴ വീഴുന്നു, വെള്ളമെല്ലാം വരുന്നു, അതെല്ലാം ഒഴുകി ഒന്നും മണ്ണിൻ്റെ അടിയിൽ പോകാതെ നമ്മളിപ്പോൾ എല്ലാം വീടും പരിസരവും എല്ലാം കോൺക്രീറ്റ് ആക്കിയതോടുകൂടി എല്ലാം ഒഴുകി നദിയിലേക്ക് പോകുന്നു, നദിയിൽ നിന്ന് കടലിലേക്ക് പോകുന്നു, ഒന്നും താഴേക്ക് പോകുന്നില്ല. അപ്പോൾ വരൾച്ച വരുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് വാട്ടർ ആക്ച്വലി വരണ മഴ മണ്ണിൻ്റെ അടിയിൽ പോയി ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ വെള്ളം മൊത്തം ഒഴുകി പുഴയിലേക്കും പുഴയിൽ നിന്ന് കടലിലേക്കും പോകുന്നു. ഇപ്പം പക്ഷെ ആ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവാതെ ഇത് നടക്കില്ല. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യണ അരിസോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് US-ൽ. അവിടെ വെച്ചാൽ സമ്മർ ആകുമ്പോൾ 48-49 ഡിഗ്രി ചൂട് സ്ഥലമാണ്. ആകെ വർഷത്തിൽ 5 ദിവസം മുതൽ 8 ദിവസം വരെ മഴ പെയ്യാറുണ്ട്. വളരെ കുറച്ച് ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന US-ലെ സ്റ്റേറ്റാണ് അരിസോണ. പക്ഷേ അവിടെ അവരെന്നും ഇപ്പോഴും ഇത്രയും പോപ്പുലേഷൻ കൂടിയിട്ടും വാട്ടർ ലെവൽ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവർ കുടിക്കാനുള്ള വെള്ളം 2 സ്റ്റേറ്റ് അപ്പുറത്തുനിന്ന് കനാൽ വഴിയാണ് കൊണ്ടുവരുന്നതെങ്കിലും ഗ്രൗണ്ട് വാട്ടറും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി. പക്ഷെ അവർ ആ വാട്ടർ ലെവൽ കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടറിന് അവർ വലിയ കുളം പോലെ പോണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ റീചാർജ് ചെയ്യും. ആ റീചാർജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ വാട്ടർ കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് ഗ്രൗണ്ടിലെത്തും. അപ്പോൾ അവർക്ക് ഗ്രൗണ്ട് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വെള്ളം തിരിച്ച് പമ്പ് ചെയ്തിട്ട് കിണർ കൺസ്ട്രക്ട് ചെയ്ത് പമ്പ് ചെയ്തിട്ട് കുടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വെള്ളം മണ്ണിലേക്ക് താഴെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. വരൾച്ച സമയത്ത് നമുക്ക് ആ വെള്ളം തിരിച്ചുപയോഗിക്കാനും കഴിയും. അതേപോലെ എനിക്ക് മുമ്പ് തൊട്ടുള്ള സംശയമാണ്, ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ശരിയായ ഒരു ഉത്തരം അതിന് കിട്ടിയിട്ടില്ല. കാരണം ഭൂഗർഭജലം ക്രമാതീതമായി താഴുകയും കഠിനമായ മഴ പെയ്യുകയും ചെയ്യുമ്പോൾ ഭൂമിക്കുള്ളിൽ വായുവിൻ്റെ കുമിളകൾ ഈ 2 ജലത്തെയും പരസ്പരം യോജിപ്പിക്കാതെ വളരെ വേഗം പെയ്ത മഴ നദികളിലും ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത, അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് പല രീതിയിലുള്ള അക്വിഫർ ഉണ്ട്. ചിലതെന്ന് വെച്ചാൽ ക്ലോസ്ഡ് അക്വിഫർ ആയിരിക്കും, ചിലത് ഓപ്പൺ അക്വിഫർ ആണ്. ആ ഓപ്പൺ അക്വിഫർ ആണെങ്കിൽ ഇവിടെയൊക്കെ ഉള്ളത് ഓപ്പൺ അക്വിഫർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്ക് വെച്ചാൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ആ വെള്ളം. അപ്പോൾ നമ്മളൊരു കിണർ കുഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വാട്ടർ ലെവലും എയർ ഉണ്ടെങ്കിൽ അത് പ്രശ്നമായി വരാറില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി താങ്കൾ കണ്ടു കാണുമല്ലോ. റോഡ് കുഴിച്ച് വളരെയധികം പൈപ്പുകൾ ഇടുകയും ദിവസങ്ങളോളം റോഡിൽ പല അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പണി പൂർത്തിയാകാൻ തന്നെ വളരെയധികം നാളുകളുടെ അല്ലെങ്കിൽ വലിയ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് വേണ്ടി വരുന്നത്. അതിനേക്കാൾ എത്രയോ ഭേദമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെയും ഭൂമിയെയും സംരക്ഷിച്ചുകൊണ്ട് ഭൂഗർഭജലം പരിപാലിക്കുവാനുള്ള ഒരു സംവിധാനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാളും വളരെ കുറഞ്ഞ ചെലവിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നു. ഇല്ല, അതിൽ 2 വശമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ 60s ഹൈടെക് പൈപ്പുകളാണ്. ആ പൈപ്പുകൾ മാറ്റേണ്ട സമയം കുടിവെള്ളം ഇപ്പോൾ പൈപ്പിലെത്തുന്ന കുടിവെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ആ പൈപ്പെല്ലാം മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അതിന് ഈ പൈപ്പ് മാറ്റുന്നതുകൊണ്ട് സഹായമുണ്ട്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ചുറ്റുപാടിൽ ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് വീട് വയ്ക്കുന്നവർക്കൊന്നും ഒരു കിണർ ഒഴിക്കാനോ ബോർവെൽ ഒഴിക്കാനോ ഉള്ള സാഹചര്യമില്ല. അപ്പോൾ അവർക്ക് വെള്ളം വേണം, അതിന് പുതിയ സിസ്റ്റം പുതിയ പൈപ്പ് വേണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഓരോരുത്തരും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന വരൾച്ചയും അതുപോലെയുള്ള വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഓരോരുത്തർ ചെയ്യണം. അതിൻ്റെ കൂടെ ഗവൺമെൻറ് ഇതുപോലത്തെ പദ്ധതികൾ ഇങ്ങനെ നീണ്ടുപോകാതെ കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കണ്ടിട്ടുള്ള 1-2 വീടുകളിൽ 5-5.5 സെൻറ്റിനുള്ളിൽ വീട് വെച്ചിട്ട്
അവിടെ വരുന്ന വെള്ളം ഒരു തുള്ളി പോലും വെളിയിലോട്ട് വേസ്റ്റ് ആവാത്ത രീതിയിൽ ഒരു കിണർ കുഴിച്ച് കിണറിനടുത്ത് തന്നെ ഈ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം സംഭരിച്ച് ഫിൽറ്റ് ചെയ്ത് കിണർ നിറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതും പോയിട്ട് എത്ര വലിയ ഉയരത്തിലാണെങ്കിൽ പോലും ആ കിണറ്റിൽ വേനൽക്കാലത്ത് പോലും വെള്ളം ലഭ്യമായതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, അതങ്ങനെ നടക്കും. പക്ഷെ എത്ര പേര് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ. പൈപ്പ് വെള്ളം ഉപയോഗിച്ച് തുടങ്ങിയവർ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് വെച്ച് അല്ലെങ്കിൽ കിണറിന് വെള്ളം കോരിയോ ചെയ്യാൻ പോകണില്ല. അല്ല, പൈപ്പുകൾ ഇൻഫ്രാസ്ട്രക്ചർ വേണം. എല്ലാ വീട്ടിലും ഒരു ഇപ്പോൾ സിറ്റി വലുതാവുന്നതിനനുസരിച്ച് പൈപ്പ് വേണം, പൈപ്പിലെ വെള്ളം വേണം. അതല്ല, പക്ഷെ വെള്ളം ശുദ്ധമായിരിക്കാനും വെള്ളത്തിൻ്റെ ലെവൽ കുറയാതിരിക്കാനും എല്ലാം നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. അതേപോലെ തന്നെ ഇപ്പോൾ പല സ്കൂളുകളുടെ കാമ്പൗണ്ടുകളിലും ചിലയിടത്തെല്ലാം കിണറുകളുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ അവിടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വേസ്റ്റേജ് അല്ലെങ്കിൽ ഈ കെമിക്കൽസ് ഇതൊന്നും തന്നെ സ്കൂൾ കാമ്പൗണ്ടിൽ ഉണ്ടാകാറില്ല. അപ്പോൾ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സോടൊപ്പം തന്നെ അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള ഒരു മാതൃക നമുക്ക് സ്കൂളുകളിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയും. നമ്മുടെ തിരുവനന്തപുരം എം പി ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കി ആ വെള്ളം പമ്പ് ചെയ്തെടുത്ത് ടാങ്കിൽ നിറയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം വൈദ്യുതി ഇല്ലാതെ സ്വതവേ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചോ അല്ലെങ്കിൽ കാറ്റാടിയുടെ സഹായത്താൽ പമ്പ് ചെയ്തെടുത്തോ വെള്ളം ലഭ്യമാക്കുന്നത് ഒരു നല്ല പദ്ധതിയായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു നല്ല പദ്ധതിയായിരിക്കും. ഇപ്പോൾ അങ്കിളിനെ പോലുള്ളവർക്കത് ശശി തരൂരിൻ്റെ അടുത്തെല്ലാം ഒരു പ്രപ്പോസലായി കൊടുക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നു.